ഡബിൾ വ്യക്തിത്വം അല്ലെങ്കിൽ ഡബിൾ സിൻഡ്രോം, ഞാൻ കൂടുതൽ വിശദമാക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു സിൻഡ്രോം ഉള്ള ഒരാൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 7 hours ബിഫോറാണ് ഇട്ട വീഡിയോ. കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. മൊത്തം കാണാനുള്ള സഹിഷ്ണുതയില്ല. കാരണം പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീത്വത്തിൻ്റെ പര്യായം ആതാണെന്ന് ചോദിച്ചാൽ അത് ജാസ്മോളാണെന്നാണ് പറയുന്നത്. ആണോ? മുല്ലപ്പൂവാണോ സ്ത്രീയുടെ പര്യായ പദം? ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത് ഏത് തരം സ്ത്രീയാണ്? താങ്കളെപ്പോലുള്ളൊരു സ്ത്രീയാണോ അത്? മനസ്സിലാക്കാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. എനിവേ, ഏതായാലും പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചിട്ട് ശരിക്കും അമ്മക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. കാരണം ഇതിനു മുമ്പ് പുള്ളിക്കാരത്തി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഒരു നീണ്ട ഇടനീള എസ്സേ റൈറ്റപ്പിൽ മുഴുക്കെ ജാസ്മിൻ എന്ന വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളില്ലായെന്നും, ജാസ്മിൻ പടുമോശമാണെന്നും, മോശം പിടിച്ച പെണ്ണാണെന്നും, വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്നും, അവളെപ്പോലെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയതിൽ അഫ്സലിക്കക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നും, അഫ്സലിക്കയുടെ കുടുംബത്തിന് നാണക്കേടുണ്ടെന്നും, അഫ്സലിക്ക വളരെ കഷ്ടപ്പെട്ടിട്ട് ആ നാണക്കേടിൽ നിന്ന് റിക്കവറി ചെയ്യാനുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തുന്നുണ്ടെന്നും, ആ പ്രയത്നങ്ങളിലൊക്കെ ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നും, എനിക്ക് അഫ്സലിക്കയെ പരിചയം ആദ്യം ജാസ്മോളിൽ കൂടെയാണെന്നും പിന്നീടാണ് ഞാൻ പരിചയപ്പെട്ടെന്ന്, പക്ഷേ എനിക്ക് ആ പയ്യനോട് അത്രയധികം ആത്മാർത്ഥതയുണ്ടെന്നും എനിക്ക് വിഷമമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വലിയൊരു എസ്സേ നോട്ട് എഴുതിയത് നമ്മളാരുമല്ല, ഈ പറയുന്ന മാഡം തന്നെയാണ്. വിശദമായി വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പക്ഷേ മാഡം അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് തോന്നുമ്പം അവരോട് ശത്രുത തോന്നുന്നു. നമുക്ക് അങ്ങനെയുണ്ട്. ബിഗ് ബോസ് ഷോയാണ്. ഷോയിൽ ചിലരോട് നമുക്ക് ആദ്യം ഇത് തോന്നും, പിന്നീട് ഇത് തോന്നും. അത് കറക്റ്റാണ്. ആദ്യം നമുക്ക് വൈരാഗ്യം തോന്നും, രണ്ടാമത് അവർ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അക്സെപ്റ്റൻസ് തോന്നും. ഇതൊക്കെ ക്വൈറ്റ് നോർമൽ തിങ് ആണ്. അത് കുഴപ്പമില്ല. പക്ഷെ പറയുന്നതിലൊരു വ്യക്തത വേണം. ആദ്യം നിങ്ങൾ എന്താ പറഞ്ഞത്? ആ സ്ത്രീ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ആ സ്ത്രീ പ്രശ്നക്കാരിയാണ്. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം വിവാഹവും വിവാഹേതര ബന്ധവും, അതായത് മോണോഗമി, പോളിഗമി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ വളരെ വർണ്ണാഭമായി ഒരു എസ്സേ റൈറ്റപ്പ് എഴുതി വെച്ച നിങ്ങൾ ഇപ്പം ഇരുന്നുകൊണ്ട് പറയണ എന്തിനാ? ഒന്നുകിൽ അത് എഴുതിയത് നിങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്, എന്ത്? ഡുവൽ പേഴ്സണാലിറ്റി. സോ ഇതിൽ ഏത് തന്നെ ആയാലും മോശം എന്ന് മാത്രമേ എനിക്ക് പറയാൻ. 2 വാക്കിൽ അത് തീർക്കാം. ഇപ്പൊ നിങ്ങൾ ഇട്ട വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എന്താ പറഞ്ഞേ? സ്ത്രീയുടെ സ്വാതന്ത്ര്യം, സ്വതന്ത്രയായ സ്ത്രീ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, അധികാരമുള്ള, അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ള, പ്രതിഷേധിക്കുന്നവൾ പെണ്ണ്. അങ്ങനെയാണെങ്കിൽ അവൾ പെണ്ണാണ്. അല്ലയോ മഹാനുഭാവി, അവൾ എന്ത് പ്രതികരണമാണ് അവിടെ കാണിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് അവളുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊന്ന് നിങ്ങൾക്ക് പറയാമോ? എന്തിനാണ് അവൾ പ്രതികരിച്ചത്? ആണുങ്ങളെ നേരെ കയറി തല്ലിയാൻ കയറിയതും, തന്തയില്ലെന്ന് വിളിച്ചതും, ജിൻഡോയെ അപമാനിച്ചതും, കരിഞ്ഞ മത്സ്യകന്യകൻ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചതും, ഒരു ചെറുപ്പക്കാരൻ നന്നായി കളിച്ചു കൊണ്ടിരുന്നവനെ ചുരുട്ടി പിടിച്ച് കൂടെ ഇരുത്തി അവളുടെ എല്ലാ ലീലാവിലാസങ്ങൾക്കും ഒത്തുപിടിച്ച ശേഷം ആ ചെറുക്കനെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയുള്ളൂ. പുറത്തായതിന് ശേഷം പിന്നെയും കിണിച്ചുകൊണ്ടിരുന്ന ചെറുക്കനെ അപമാനിക്കുകയും, ഇവിടെ എൻഗേജ്മെന്റ് ഇപ്പോൾ നടത്തിയിട്ട് പോയ, പ്രണയിച്ച് എൻഗേജ്മെന്റ് നടത്തിയിട്ട് പോയ ചെറുക്കനെ 8 നിലയിൽ പറ്റിക്കുകയും ചെയ്തതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ ശാക്തീകരണം? അല്ലെങ്കിൽ സ്ത്രീ എന്ന പദത്തിന് അർഹയായ, സ്ത്രീത്വം തുളുമ്പുന്ന, സ്ത്രീയുടെ മൂല്യം എല്ലാം മനസ്സിലാക്കുന്ന ജാസ്മോൾ ചെയ്തത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഈ 2 പേഴ്സണാലിറ്റി നല്ലതാണ്, പക്ഷെ അത് എപ്പോഴും നല്ലതല്ല കേട്ടോ. അനാവശ്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ, നാട്ടുംപുറം ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ പോക്കരിത്തരം, തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ശരി, അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പ്രതികരണ ശേഷിയുള്ള, പ്രതിഷേധിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണോ അതോ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? നിങ്ങളുടെ ഉദ്ദേശത്തിൽ നിങ്ങൾ പോയി ഒരുത്തനെ അടിച്ചിട്ടുണ്ട്, 2 പെൺകുട്ടികളെയും കൂട്ടിയിട്ട്. അതാണ് പ്രതിഷേധം, അതാണ് പ്രതികരിക്കുന്ന പെണ്ണുങ്ങൾ. ഫെമിനിസം അല്ലേ? അതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. മോശം വാക്കുകൾ പറഞ്ഞ അവന്മാരെ തല്ലിയത് കറക്റ്റ് തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. 2 അടി അവന് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ക്യാരക്ടറും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളുടെ ഈ വീഡിയോയും കൂടെ കാണുമ്പോൾ ഇതിനകത്ത് വേറൊരു കളിച്ചാണല്ലോ കാണുന്നത്. നിങ്ങളുടെ സത്യാവസ്ഥ പുറത്തു പറഞ്ഞതിനുള്ള വൈരാഗ്യ ബുദ്ധിയാണ് നിങ്ങൾ കാണുന്നത്. അല്ലെ, സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ, അതായത് ബിഗ് ബോസ് പോലുള്ളൊരു ഷോ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം കുടുംബ പ്രേക്ഷകർക്കുള്ളതാണ്. കുടുംബം എന്താണെന്നറിയാമോ? ഈ കുടുംബം ഇൻപം ഒന്നതിനപ്പുറം വേറൊരു കാറ്റഗറി ഉണ്ട്. അത് ഞാൻ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയണമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സാധനം ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, അങ്ങനെ ഒരു സാധനം ഉണ്ട്, കുടുംബം. ആ കുടുംബത്തിലുള്ള കുട്ടികൾ, ആണുങ്ങളായാലും പെൺകുട്ടികളായാലും ഈ ഒരു സംഗതി കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് മെസ്സേജ് അതിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിയാണ്. അതറിയുമോ? ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ് ആ കൊച്ചു. അതിനകത്ത് അത് കാണിച്ച പേക്കൂത്തുകൾ. അത് ഗെയിം ആണെങ്കിൽ ഗെയിം, അല്ല അത് റിയൽ ആണെങ്കിൽ റിയൽ, ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അതിനകത്ത് കൊടുത്ത മെസ്സേജ് ഒരു പെൺകുട്ടിയും ഇതുപോലെ ആകരുത് എന്നാണ്. അവിടെ നിങ്ങൾ എവിടെയാണ് ഈ സ്ത്രീ ശക്തയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത്? കുറച്ച് ഉറക്കം സംസാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞോറയ്ക്ക് കൊടുക്കണ്ടേ?
ഏറ്റവും ഇൻ്റർനാഷണൽ അലവലാതിക്കുള്ള മെഡൽ കൊടുക്കേണ്ടത് അവൾക്കാണ്. IAS ഇവിടെ കിടന്ന് ബേളം വയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ഓഹ്, എന്തൊരു അലപ്പറ. അവളുടെ IASന്റെ ഫുൾ ഫോം തന്നെ അതാണ്. അത് കണ്ണം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ അലപ്പറ സർവീസ്, അതാണ് IASന്റെ ഫുൾ ഫോം. അവൾക്ക് ആ ഡെസിഗ്നേഷൻ വരുമ്പോൾ. സോ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ തന്നെ ഒച്ച വയ്ക്കുന്നുണ്ട് നന്ദന. അതുകൊണ്ട് അവളാണോ സ്ത്രീ ശക്തി? അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രിവിലേജ് ജാസ്മിന് കൊടുക്കുന്ന എന്താ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന്? നിങ്ങൾ തന്നെ മാറ്റി പറയുന്നു. അതെന്താ മനസ്സിലാകുന്നില്ല. ഇനി സ്ത്രീയുടെ ഒരു ശക്തി അറിയാൻ ഒരു സ്ത്രീയെ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തി തരാം. പ്രതികരണ ശേഷിയുള്ള, പ്രതിഷേധമുണ്ടായിരുന്ന, പ്രതിഷേധത്തിൽ കൂടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു വിജയം കൊണ്ടുവന്ന ഒരു സ്ത്രീയെ പറയാം. മയിലമ്മ. ഇച്ചിരി പ്രായമുള്ള സ്ത്രീയാണ്. പക്ഷേ അവർ കൊണ്ടുവന്നത് എന്താണെന്ന്, പ്ലാച്ചിമട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഈ ജലസ്രോതസ്സുകളെ ഏറ്റവും കൂടുതൽ അപകടകരമാവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ആ നാട്ടുകാർക്ക് അതിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ വരികയും ചെയ്യുന്ന ഒരു രീതി കണ്ടപ്പോൾ അതിനെതിരെ പൊരുതി ആ സമരം നയിച്ച് ആ സമരം വിജയം കണ്ടൊരു സ്ത്രീയാണ്. അവാർഡ് കിട്ടിയ ഒരു സ്ത്രീ മയിലമ്മ. അറിയോ? അത് സ്ത്രീ ശക്തിയാണ്. അവരെ സ്ത്രീ നമുക്ക് ഇതുകൂടാതെ പറയാം. അവർക്ക് എന്ത് ലോക വിവരം? അവർക്ക് വേറെ എന്തെങ്കിലും അറിയുമോ? ഒന്നും അറിയില്ല. പക്ഷെ തനിക്കെതിരെ, തൻ്റെ നാട്ടുകാർക്കെതിരെ നടക്കുന്ന ഒരു അന്യായത്തിനെതിരെ ശബ്ദമുയർത്തണമെന്നും അതിനെതിരെ, ആ അനീതിക്കെതിരെ പ്രതിഷേധിക്കണമെന്നും തോന്നിയ ഒരു സ്ത്രീയാണ് മയിലമ്മ. അറിയോ മേഡം? അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി അറിയാമോ? ഇതും ഒരു സ്ത്രീയാണ്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടെററായി നിൽക്കണമെങ്കിൽ അജിത അറിയോ? നക്സൽ അജിത. പേര് പറഞ്ഞാൽ അറിയത്തില്ലേ? പുള്ളിക്കാരത്തി ടെററല്ലേ? പ്രതിഷേധത്തിൻ്റെ ആൾരൂപമാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയാം. അജിതയെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ലളിത, ഗൗരിയമ്മ. ഇവരൊക്കെ വേറെ രീതിയിൽ, ഇതിപ്പോൾ രാഷ്ട്രീയത്തിലേക്കാണ് വരുന്നതെങ്കിൽ ഗൗരിയമ്മ. ഇതിപ്പോൾ ഞാൻ ഒരു പേര് പറയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ എത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയാമോ? ഇവരൊക്കെ ഏത് രീതിയിലാണ് സ്ത്രീ ശക്തയാണെന്ന് തെളിയിച്ചത്? ഒരു സ്ത്രീക്ക് ശക്തി ഉണ്ടെന്നും ആ സ്ത്രീയെ കൊണ്ട് എന്ത് സാധിക്കുമെന്നും തെളിയിച്ച 2-3 വ്യക്തിത്വങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേറൊരു സ്ത്രീയുണ്ട്, നിൻ്റെയൊക്കെ കാറ്റഗറി ഏകദേശം ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നു. പേര് വിജി പെൺകൂട്ട്. അറിയോ? അല്ലെങ്കിൽ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ നിൽപ്പ് സമരം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. അവർക്കതൊരു 9 മണിക്കൂർ എന്തോ ജോലിയുണ്ട് അവർക്ക്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ എന്തോ നിൽക്കണം. ഒറ്റ നിൽപ്പ് അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സംവിധാനം ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ ചെയർ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയ സ്ത്രീയാണ് ഈ വിജി പെൺകുട്ടി. അവരെ അറിയുമോ? ഇതൊക്കെ സ്ത്രീകളാണ്. ഇവർക്കൊക്കെ പ്രതിഷേധിക്കാൻ അറിയായിരുന്നു. പ്രതികരണ ശേഷിയുള്ള സ്ത്രീകളാണ്. ഇതുപോലെ അല്ലാതെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ നമുക്ക് എടുത്തു വയ്ക്കാം. അവരൊക്കെ പ്രതിഷേധാത്മകമായി അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ കഴിവുള്ളവരായിരുന്നു. ആരും ആരുടെ തലവെട്ടിയെടുത്തും ഇതുപോലെ തോന്നിവാസം കാണിച്ചുമല്ല സ്ത്രീകൾക്ക് സുരക്ഷിതത്വമോ അല്ലെങ്കിൽ സ്ത്രീയുടെ ശക്തിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിഴച്ച ഒരു ജന്മത്തിനെ വെച്ചിട്ട് പിഴച്ച ചിന്താഗതിയും പിഴച്ച തോന്നിവാസങ്ങളും പിഴച്ച ഇതും വെച്ചിട്ട് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതുണ്ടല്ലോ, നിന്നെ കാണാൻ വരുന്നവർക്കുള്ള ആ പിഴച്ച ചിന്താഗതിയാണത്. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതാണ് നല്ലത്. ഇതിൽ എക്സ്പ്ലനേഷനും തരേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പച്ച പൊക്രത്തരം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വരരുത്. ഒന്നിലുറച്ച് നിൽക്കി 2 വഞ്ചിയിൽ കാലി വെക്കുന്നവൻ്റെ സാമാനം കീറിയ ചരിത്രമേ ഉള്ളൂ. മനസ്സിലായോ? കുറച്ചുകൂടെ വിജിലൻ്റായി, കുറച്ചുകൂടെ വൃത്തികെട്ട രീതിയിൽ എനിക്കിത് പറയണമെന്നുണ്ട്. കാരണം നീ അത് അർഹിക്കുന്നു. അമ്മാതിരി തെമ്മാടിത്തരമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഒരു ബിക്കോസും അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ വാണങ്ങളും. എന്നിട്ട് സ്ത്രീയുടെ ശക്തി, സ്ത്രീ പോളിഗമി, പോളിഗമി എന്താണെന്നറിയോ? മോണോഗമി എന്താണെന്നറിയാമോ? ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടായിട്ടാണോ എഴുന്നള്ളിക്കുന്നത്? ഫ്രീ സെക്സിന് വേണ്ടിയിട്ട് ഫെമിനിസം പറയുന്നവളുമാർക്ക് എന്ത് അധികാരമാണ് സ്ത്രീ എന്ന പദം ഉപയോഗിക്കാൻ പോലും? എന്താണ് സ്ത്രീ? എന്തിനാണ് സ്ത്രീയെ കൂട്ടുപിടിക്കണം നീയൊക്കെ? ഇതാണോ സ്ത്രീത്വം? ഇതാണോ സ്ത്രീയുടെ ശക്തി? ഇങ്ങനെയാണോ സ്ത്രീ ഉണ്ടാകേണ്ടത്? അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞു. അടക്കം ഒതുക്കം വേണ്ടത് മനസ്സിനാണ്. അടക്കം ഒതുക്കം വേണ്ടത് മനസ്സിനാണ്. 2 പേര് ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. പബ്ലിക്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ സെക്സ് ഒക്കെ തോന്നും. ഇതുകൊണ്ട് നീ ഉടനെ തുണി ഊരി പബ്ലിക്കിൽ നിന്ന് ചെയ്യുമോ? നിനക്ക് തോന്നിയാൽ ഉടനെ നീ തോന്നിയെടുത്ത് ചെയ്യുമോ? ആ ഒരു അടക്കം, തന്നടക്കം, മനസ്സിനടക്കം അത് വേണം. ഇത് പെണ്ണുങ്ങൾക്കും വേണം, ആണുങ്ങൾക്കും വേണം. ആ കൺട്രോൾ ഇല്ലായ്മ വരുമ്പോഴാണ് പല അവന്മാരും പല രീതിയിലും ചെയ്യുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന പെണ്ണിനെ നോക്കിയിട്ട് സ്വയംഭോഗം ചെയ്യണമെന്ന് തോന്നുന്നിടത്ത് അവൻ്റെ തന്നടക്കം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ആ അടക്കം ആണിനും വേണം, പെണ്ണിനും വേണം. അല്ലാത്തടത്ത് ഇതുപോലുള്ള ചെയ്ത്തുകൾ കേൾക്കേണ്ടി വരും. വിവാഹം നിശ്ചയിച്ചു വെച്ചിട്ടല്ലേ പോയത്? 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസം, ചിലപ്പം എവിക്റ്റ് ആയാൽ അതിന് മുമ്പേ വന്നാൽ ഇവൻ്റെ കൂടെ ജീവിക്കാമല്ലോ. എന്തിനാ അതിനകത്ത് കിടന്ന് ഈ പേക്കൂത്ത് കാണിച്ചു? നഷ്ടപ്പെട്ടത് ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഗബ്രിയെ പോലുള്ളവർ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ് വസ്തുത. എനിക്ക് ആ ചെറുക്കനോടാണ് ഇപ്പോൾ ദയുള്ളത്. അവനെ യൂസ് ചെയ്തു, ഉപയോഗിച്ചു.
നല്ലതുപോലെ ഉപയോഗിച്ചു. നന്നായി കളിക്കാൻ അറിയാവുന്ന ഒരു പയ്യനെ, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു പയ്യനെ ഇവളുടെ പേക്കൂത്തിന് ഉപയോഗിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ട് ഇപ്പം നിനക്ക് അവൾ നല്ലവളായി. അതെങ്ങനെ മനസ്സിലാവുന്നില്ല? ഏതായാലും നിന്റെ അഭിപ്രായം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല, പക്ഷെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. നിനക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട്, നല്ല നല്ല അഭിപ്രായങ്ങളാണ് നീ പറയണേ, പക്ഷെ എല്ലാം അട്ടർ വേസ്റ്റും ഫ്ലോപ്പുമാണെന്ന് ഈ ഒരൊറ്റ അഭിപ്രായത്തിൽ കൂടെ തെളിവാണ്. ഒന്നിൽ ഉറച്ചു നിൽക്കുക. ആദ്യം 10-20 ദിവസം മുമ്പ് നീ ഇട്ട പോസ്റ്റ് എടുത്തു വെച്ച് വായിക്കുക. ജാസ്മിൻ എന്ന വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ജാസ്മിൻ എന്ന വ്യക്തി പറ്റിച്ചു, തേച്ചു, ശരിയല്ല, അവളുടെ നടപടികൾ ശരിയല്ല, കൃത്യമായി നീ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം. പക്ഷെ അവസാന വരികളിൽ കൂടെ ഞാൻ വായിച്ചറിഞ്ഞത് ഇത് നിന്റെ ഡ്രാമയാണെന്നാണ്. അത് തെളിയില്ലേ ഇപ്പോൾ? അതുകൊണ്ടൊന്നൊന്ന് പറഞ്ഞുള്ളൂ. ഈ ഡ്രാമ കാണാൻ പോകുന്ന മനുഷ്യർ മണ്ടരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവളുടെ കൂട്ടം നിന്നവരൊക്കെ തന്നെ ഇവൾക്കെതിരെ സംസാരിച്ചു എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു വലിയ തെറ്റിദ്ധാരണ വേറെ ഇല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ പറ്റിച്ചതാണ്, പൊതുസമൂഹത്തിനെ പറ്റിച്ചതാണ് ഇവർ. കാരണം ഇതൊക്കെ പ്രീ പ്ലാനഡ് ഐഡിയാസ് ആണ്. ഒരു പക്ഷേ നമ്മളെപ്പോലെ പറ്റിക്കപ്പെട്ടൊരു വ്യക്തി ഉണ്ടാവും, അത് ഗബ്രി ആയിരിക്കും, മറ്റാരുമല്ല. ഇത് മൊത്തം നല്ല ഒന്നാം തരം സ്കാമേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് യുണൈറ്റഡായി നിന്ന് പൊതുജനത്തിനെ അങ്ങോട്ട് പറ്റിച്ചു. ഇനി അവളെ വെളുപ്പിച്ചുകൊണ്ട് ഞങ്ങളെടുത്ത് വരരുത്. ആ കുട്ടിയുടെ പ്രായം, അതിൻ്റെ നിലപാടുകൾ, അതിൻ്റെ ഒരു ജീവിത സാഹചര്യം, ഇതൊന്നും ഞങ്ങൾക്ക് മാനദണ്ഡമാകത്തില്ല. ഒരു കാരണവശാലും ഒരു സോഫ്റ്റ് കോർണറും എൻ്റെ ഭാഗത്തു നിന്നില്ല. എനിക്ക് തീർത്തും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണത്. എന്ത് തന്നെയായാലും ഏത് രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചാലും സഹജീവിയായി കൺസേൺ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു അക്സെപ്റ്റൻസ് പൊതുസമൂഹം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജിൻഡോ എന്ന വ്യക്തിയുടെ കളർ നോക്കി പല പ്രാവശ്യം വൾഗറായ രീതിയിൽ അധിക്ഷേപങ്ങൾ ഉരുവിട്ട ഇവൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നല്ലവളാകുന്നത്? കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ഓരോ പെൺകുട്ടികളെയും അപമാനിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? നോറയെ എന്ത് മോശമെല്ലാം പറഞ്ഞു, അൻസിബയെ എന്തെല്ലാം പറഞ്ഞു. ഇത്രയധികം ക്രൂക്കഡായിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥി അതിനകത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ അക്ഷരം തെറ്റാതെ പറയാം. അത്രയധികം തീവ്രമായി, അത്രയധികം ഗഹനമായി ഈ കാര്യം ഇരുന്ന് കണ്ടു പറയുന്നത് നമ്മളെ വിഡ്ഢികളാക്കുകയാണോ? ഇപ്പം ഇരുന്നു കൊണ്ട് സ്ത്രീ സ്വാധീകരണവും സ്ത്രീ ശാക്തീകരണവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഫെമിനിസ്റ്റ് വാഴക്കൊലകളുണ്ട്. ഇവളുമാരെ വിചാരം ഇവളൊക്കെ ഭയങ്കര ഫെമിനിസ്റ്റുകളാണെന്ന്. ഫെമിനിസം തൂങ്ങി വഴിഞ്ഞ് ഒലിച്ച് വഴിഞ്ഞ് വീഴുകയാണ് ഇവളുടെയൊക്കെ വായിൽ കൂടെ ഫെമിനിസം. എന്താണ് ഇവളുടെ ഫെമിനിസം എന്നറിയാമോ? ഫ്രീ സെക്സ്, ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനുള്ള ഇത്, ആണുങ്ങളെ ഉപേക്ഷിച്ച് കണ്ട കണക്ക് തിരിയാനുള്ള ഒരിതാണ് ഫെമിനിസം എന്ന് ഇവള് പൊതുസമൂഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇക്വാലിസം വേണം ആണിനൊപ്പം, അതായത് റെസ്പെക്റ്റ് വേണം. പെണ്ണിന് എത്രത്തോളം റെസ്പെക്റ്റ് കിട്ടണോ അത്ര തന്നെ റെസ്പെക്റ്റ് ആണുങ്ങൾക്കും വേണം. അതേ സെയിം ഇതിൽ നമ്മൾക്ക് കിട്ടണം. നമ്മളുടെ വേതനം സിമിലർ ആയിരിക്കണം. എവരിവെയർ നമ്മളെ ഈക്വലായി കൺസിഡർ ചെയ്യണം. ഇതിനല്ലേ ഫെമിനിസം എന്ന് പറയുക. നീ ഇതല്ലാതെ വേറെന്തെങ്കിലും കോക്കാനായിട്ടുണ്ടോ ഒന്ന് പറയാമോ? മഞ്ജു വാര്യർ ഏറ്റവും നല്ല എവിഡൻസ് അല്ലേ? ഏറ്റവും നല്ല എവിഡൻസിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അവളുടെ ഭർത്താവിനെ തെറി പറഞ്ഞുകൊണ്ടും മോശം പറഞ്ഞുകൊണ്ടും പൊതുസമൂഹത്തിൽ വരാതെ ഞാൻ ശക്തയാണ്, ഞാനാണ് ബ്രാൻഡ് എന്ന് തെളിയിച്ചവളാണ് അവൾ, മഞ്ജു വാര്യർ. ഇതേപോലെ ഒരു രീതിയിൽ വളരെയധികം വൃത്തികെട്ട ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ആ രീതിയിൽ അവൾ അവഹേളിക്കുകയും ചെയ്ത് അതിനെ ഓവർകം ചെയ്ത ഒരു ഇരയുണ്ട്. അതും സിനി ഫീൽഡിലുള്ളതാണ്. അവളുടെ പേര് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ പെൺകുട്ടി അത് സ്ത്രീയാണ്, സ്ത്രീ ശക്തിയാണ് അവള്. ആരുടെ മുമ്പിലും കൂസാതെ അതെനിക്ക് സംഭവിച്ചൊരു ആക്സിഡന്റ് ആണെന്നുള്ള രീതിയിൽ അതിനെ തട്ടി ദൂരെ എറിഞ്ഞ് വീണ്ടും സിനിമകളിൽ അഭിനയിക്കുകയും സ്വസ്ഥമായി ജീവിക്കുകയും വിവാഹം വരെ കഴിക്കുകയും അതിൻ്റെ മകളിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പൊതുസമൂഹത്തിലെ പെൺകുട്ടികൾക്ക് റോൾ മോഡലായ പെൺകുട്ടിയാണത്. ഇരയായതുകൊണ്ട് പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര പെൺകുട്ടികൾ അങ്ങനെയുണ്ട്, എത്ര പേരുണ്ട്. അതൊക്കെയാണ് പെൺകുട്ടികൾ. അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണോ ഇത്? ഇനി ഈ അഞ്ജിത നായർ ലെവലിലേക്ക് പോകാം. ആ പെൺകുട്ടിക്ക് ഈ ഉപജീവനത്തിന് വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് തുള്ളി കളിക്കുന്നത്, തുള്ളി ചാടുന്ന, ചവിട്ടി തുള്ളുന്നു. ആ പെൺകുട്ടിക്കുള്ള ഡിഗ്നിറ്റി ഉണ്ടോ ഇതിന്? ആ പെൺകുട്ടിക്കുള്ള ഒരു വില, പൊതുസമൂഹത്തിലുള്ള വില ഉണ്ടോ ഇവക്ക്? കാൽക്കുലേറ്റ് ചെയ്താൽ ഞാൻ അഞ്ജിത നായർക്കൊപ്പം നിൽക്കും. അത്രയ്ക്ക് പോലും ഇതില്ലാത്തൊരു പെൺകുട്ടിയെ തൂക്കി തലയിൽ വെച്ചിട്ട് നമ്മളടുത്ത് വന്നിരുന്നുണ്ട് വേദം വിളമ്പുന്ന നിന്നെയൊക്കെ പച്ചമടൽ വെട്ടി അടിക്കണമെന്നാണ് പറയണ്ടേ. പച്ചമടൽ വെട്ടി അടിക്കണം. അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. അതാണ് സത്യം. കൂട്ടത്തോടെയുള്ള ആക്രമണം കണ്ടപ്പോൾ നീ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ ആ കൂട്ടത്തിൽ കണ്ടപ്പോഴും നീ കൂടെ നിൽക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം once in a while I supported you in a very well manner. ഇത്രയധികം ക്രൂക്കഡിറ്റിയും ഇത്രയധികം വൃത്തികേടും നിന്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ എൻ്റെ പട്ടി തിരിഞ്ഞു നോക്കൂലായിരുന്നു. എനിവേ, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ഇവിടെ തിരുത്തുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇത്തരം ഫെമിനിസ്റ്റുകളെയൊന്നും എൻ്റെ ഏഴായാലത്ത് ഞാൻ അടുപ്പിക്കത്തില്ല. ഇത് ഫെമിനിസം എന്നല്ല പറയുക, ഇതിനെ മറ്റൊരു വിധമാണ് പറയുക. പാലത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന കാറ്റഗറീസ് അതാണ്. നിങ്ങളൊക്കെ അതാണ്.
അപ്പോൾ അത്തരക്കാരെ ന്യായീകരിക്കാനും അത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുമായിരിക്കും. ആ കാറ്റഗറിയിലേക്ക് വേറുള്ളവർ വന്ന് നിൽക്കണം നിർബന്ധം പിടിക്കരുത്. നിന്റെ ചിന്താധാരയും നിന്റെ ബോധമണ്ഡലവും നിനക്ക് കൊള്ളാം. ബാക്കിയുള്ളവരെ സ്ത്രീ എന്ന രീതിയിൽ കൂട്ടിപ്പിടിക്കാൻ നിൽക്കരുത്. പോളിഗമി, മോണോഗമി, സ്ത്രീ സെക്സ്, സ്വാതന്ത്ര്യം, ഇതൊന്നും അല്ല അത്. ഇത് നല്ല ശുദ്ധ ലാസ്റ്റ്. മനസ്സിലായില്ലേ? നല്ല പച്ച കാമപ്രാന്ത്. അതിന് നല്ല പരിപാടിയുണ്ട്. ആ അപ്പ ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുമെങ്കിൽ ആ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ. അതോടെ തീരും കുറേയൊക്കെ, ഒരു പരിധി വരെ. വിശ്വസിക്കാൻ കൊള്ളാത്തവളെന്ന് ആദ്യം എഴുതിയിടുക, പിന്നെ അവൾക്ക് വേണ്ടി ഞാൻ അവൾക്കൊപ്പം നിൽക്കുമെന്ന് പിന്നെ എഴുതിയിടുക. കൊണ്ടും കൊടുത്തും കിട്ടിയും കൊടുത്തും ഒക്കെ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ അപ്പുറം എഴുതാനും പറയാനും തോന്നും. കേട്ടിരിക്കുന്ന നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഇത്രയോടെ ഞാൻ നിർത്തുന്നു, ഇത്രയിൽ ഞാൻ നിർത്തുന്നു. അത്രയേ ഉള്ളൂ. തുടർന്നും പ്രതീക്ഷിക്കാം. താങ്ക് യു.